ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളാരും സ്കിപ്പ് ചെയ്ത് പോകില്ല. ഇതൊരു 5 മിനിറ്റ്സ് വീഡിയോ മാത്രമാണ്. എന്നെ അറിയാമെന്നുള്ള എല്ലാവരും പറഞ്ഞു ജെനറ്റിക്കലി ഇങ്ങനെയാണ്, നീ വണ്ണം കുറയാൻ പോകുന്നില്ല. പിന്നെ എൻ്റെ ഭക്ഷണ രീതി അതിലും കേമമായിരുന്നു. ഫുഡ് അതൊരു അൺലിമിറ്റഡ് ഫുഡായിരുന്നു എനിക്ക് എല്ലാ ദിവസവും. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ആൽക്കഹോളിക് കൺസംഷനും അമിതമായിരുന്നു. ഏകദേശം 103 കിലോയ്ക്ക് മേളിലായിരുന്നു എൻ്റെ വെയിറ്റ്. സ്വീറ്റ്സിൻ്റെ ക്രേവിങ് വളരെ അധികമായിരുന്നു. സ്നാക്സ് അങ്ങനെ പല ഫുഡുകളും ഞാൻ കഴിച്ചുകൊണ്ടേയിരുന്നു. ഇതെൻ്റെ പഴയൊരു ഫോട്ടോയാണ്. പഴയ ഫോട്ടോയിൽ നിന്ന് ഈ ഒരു ഇതിലേക്ക് വരാൻ വെറും 5-6 വർഷമേ എടുത്തുള്ളൂ. കണ്ടില്ലേ എൻ്റെ ഒബൈസ്. എൻ്റെ ബ്ലഡ് റൊട്ടീൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് കൊളസ്ട്രോളും ബ്ലഡ് ഷുഗറും എല്ലാം ബോർഡർ ലെവലായിരുന്നു. കൊളസ്ട്രോൾ ഹൈ ലെവലിലായിരുന്നു, ട്രൈഗ്ലിസറൈഡ് ഹൈ ലെവലിലായിരുന്നു. ഇവിടെ നിന്നാണ് എനിക്കൊരു സ്പാർക്ക് ഉണ്ടാകുന്നത് എൻ്റെ വെയിറ്റ് കുറയ്ക്കണമെന്ന്. ഞാൻ അന്ന് തൊട്ട് തുടങ്ങിയ ചാനലാണ്. ഏകദേശം 162 മേളിൽ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിന് മേളിൽ ഷോർട്സ് വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ള ഒരു ചാനലാണ്. എൻ്റെ വെയിറ്റ് എങ്ങനെയാണോ അത് വെച്ച് തുടങ്ങിയ ഒരു ചാനൽ, യൂട്യൂബ് ചാനലായിരുന്നു. ഇതിൽ നിന്നും ഒരുപാട് പേര് കൺവേർട്ട് ചെയ്ത് നല്ലൊരു വെയിറ്റ് ലോസ് ചെയ്തിട്ടുണ്ട്. അതെനിക്കറിയാം. ഇവൻ എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റ് ആയാലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളായാലും എനിക്കറിയാമെന്നുള്ള കയ്യിലെണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ. എനിക്കത് മതി. ആ പടം എനിക്ക് 2100 സബ്സ്ക്രൈബിന് അടുപ്പിച്ചുണ്ട്. സോ ഞാൻ ഹാപ്പിയാണ്. സോ ഇതെല്ലാവർക്കും ഒരു അവയർനെസ് ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ വീഡിയോ ചെയ്തത്. നിങ്ങളെപ്പോഴും മാക്സിമം ഹെൽത്തി ആയിട്ടിരിക്കാൻ നോക്കുക. അങ്ങനെ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് ഞാൻ മാറി എൻ്റെ വെയിറ്റൊക്കെ ഡ്രോപ്പ് ആക്കാൻ തുടങ്ങി. അതിനോടൊപ്പം ഞാൻ എൻ്റെ ജോലിയും കൊണ്ടുപോകുമായിരുന്നു. ജോലി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനൊരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിരുന്നു, മെഡിക്കൽ റെപ്പായിരുന്നു. സോ നിങ്ങൾക്കറിയാം, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ലെവലിൽ നിൽക്കുന്ന ഒരാൾ അവരുടെ ഫുഡ് കൺട്രോൾ ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ഭയങ്കര പാടാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഫുഡൊക്കെ മാക്സിമം പുറത്തുനിന്നായിരിക്കും. സോ പുറത്തുനിന്ന് എങ്ങനെ ഹെൽത്തി ആയിട്ട് കഴിക്കാം എന്നുള്ളൊരു സ്റ്റഡി ഞാൻ ചെയ്തു. അതിൻ്റെ പുറകിൽ നിന്നും ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ ഞാനത് എൻ്റെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റി എനിക്ക്. ഞാൻ എവിടെ പോയാലും അവിടെ ഗ്രൗണ്ടുണ്ടോ അല്ലെങ്കിൽ അവിടെ ജിമ്മുണ്ടോ എന്ന് ഒന്ന് തിരക്കി അവിടെ മാക്സിമം എൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഞാൻ 1 hour സ്പെൻഡ് ചെയ്യും. അതായിരുന്നു എൻ്റെ ചിട്ട. അത് ഏത് മീറ്റിങ്ങിനായാലും നിങ്ങൾക്കറിയാം, മാർക്കറ്റിംഗ് ഫീൽഡിൽ നിൽക്കുന്നവർക്ക് ഇടയ്ക്ക് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണും. സോ എൻ്റെ വർക്കൗട്ട് ഞാൻ സ്കിപ്പ് ചെയ്ത് അന്നത്തെ ദിവസം കാർഡിയോ അല്ലെങ്കിൽ ജിമ്മുണ്ടെങ്കിൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ പോകുക. ഇതൊക്കെ ആയിരുന്നു എൻ്റെ ശീലം. ഇത് എറണാകുളത്തൊരു സ്കൂളാണ്, അങ്കമാലിയുടെ അവിടെയുള്ള. പക്ഷേ നല്ലൊരു ഗ്രൗണ്ടായിരുന്നു. ഏർലി മോർണിംഗിൽ പോയി വർക്കൗട്ട് ചെയ്ത വീഡിയോസൊക്കെയാണിത്. ബട്ട് നിങ്ങൾക്കും ഇതേപോലെ 100% ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും എല്ലാ ദിവസവും ജിമ്മിൽ പോകണമെന്നൊന്നുമില്ല. ആഴ്ചയിൽ 3-4 ദിവസം വെയിറ്റ് ട്രെയിൻ ചെയ്താൽ മതി. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ബോഡി ബിൽഡിങ് ചെയ്യുന്നവരൊന്നും അല്ലായിരിക്കാം. നമ്മളെ ഫിറ്റ് ബോഡി എങ്ങനെ ഫിറ്റായിട്ട് കൊണ്ട് നടക്കാം എന്ന് ആലോചിച്ച് നടക്കുന്നവരാണ്. ഇതുപോലെയൊക്കെ ചെയ്താൽ മതി. തീർച്ചയായിട്ടും 100% നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. വെയിറ്റ് ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ വേറൊരു ഹോട്ടലിൽ പോയതാണ്. അവിടെ ഇങ്ങനെയുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് നമ്മൾ യൂസ് ചെയ്യുക. മാർക്കറ്റിംഗ് ഫീൽഡിൽ നിൽക്കുന്നവരായാലും വേറെ എന്ത് ജോലി നോക്കുന്നവരായാലും നമ്മളെന്തിനാണ് 1 hour, അതാ നമുക്ക് വേണ്ടിയിട്ടുള്ള ആ 1 hour നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യണം. ബാക്കിയുള്ളവർക്ക് സ്പെൻഡ് ചെയ്തോ. പക്ഷേ നമുക്കെന്നുള്ളൊരിതുണ്ട്. നമ്മളെ ഹെൽത്ത് ആരെയും ബുദ്ധിമുട്ടിക്കരുത്. നമ്മളെ ബോഡി വെച്ച് നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഈ ഹോസ്പിറ്റലിൽ പോയിരിക്കുന്ന സിറ്റുവേഷൻസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവോയ്ഡ് ആവും മാക്സിമം. സോ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങളെ വെയിറ്റൊക്കെ ഡ്രോപ്പ് ചെയ്യുക. ഞാനിപ്പോൾ ഹാപ്പിയാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ഫീൽഡല്ല ഈ മാർക്കറ്റിംഗ് ഫീൽഡ്. അത് വളരെ ടഫായിട്ടുള്ളൊരു ഫീൽഡ് തന്നെയാണ്. നമ്മൾ ബൈക്കിലായാലും കാറിലായാലും റോഡിൽ കൂടെ മാർക്കറ്റ് ചെയ്ത് നമ്മുടെ കസ്റ്റമേഴ്സിനെ കാണാൻ പോയി. അത് കഴിഞ്ഞിട്ട് എല്ലാ മാസത്തിലും 2-3 ദിവസം മീറ്റിംഗ് കാണും. കണ്ടില്ലേ, മഴയൊക്കെ നനഞ്ഞ് നമ്മൾ ഇത്രയും ടഫാണ് നമ്മളെ ജോലി. സോ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് അടുത്ത് അവിടെയുള്ള പാർട്ടി കാര്യങ്ങൾ, അവർ തരുന്ന ഫുഡ്, ഇതൊന്നും കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. സോ പിന്നെ ഞാൻ പഠിച്ചു എങ്ങനെയാണ് ഹെൽത്തി ആയിട്ട് കഴിക്കാം. ഏത് വലിയ ബൊഫറ്റിൽ പോയാലും എങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റും എന്നുള്ള കാര്യം ഞാൻ പഠിച്ചു. ഇനി എത്ര വലിയ ഫുഡ് കിട്ടിയാലും എനിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് അത് എങ്ങനെ കഴിക്കാമെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ക്ലയൻസിനെയും പഠിപ്പിച്ചിട്ടുണ്ട്. സോ ഞാൻ അങ്ങനെ ഇരിക്കെ ഒരു ഫിറ്റ്നസ് ട്രെയിനറായി. മോർ ദാൻ 15 മെമ്പേഴ്സ് എൻ്റെ ട്രെയിനിങ് സെക്ഷനിലുണ്ട്. ഞാൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതിൽ 4-5 ആൾക്കാർ ട്രാൻസ്ഫോം ആയിട്ടുണ്ട്. എല്ലാവരെയും ബാലൻസ്ഡ് ഡയറ്റ് വഴി മാത്രമാണ് ഞാൻ അവരുടെ വെയിറ്റ് ഡ്രോപ്പ് ചെയ്ത് കൊടുത്തത്, ഫാറ്റ് കട്ടായി കൊടുത്തത്. സോ നിങ്ങളും പഠിക്കുക ബാലൻസ്ഡ് ഡയറ്റ് എന്താണ്. അതാണ് നമ്മുടെ ലൈഫ് ലോങ്ങിൽ കഴിക്കാൻ പറ്റുന്ന ഒരേ ഒരു ഭക്ഷണ രീതി.
ചെയ്യുക. ഒരിക്കലും ഒരു കാരണവശാലും ഒന്നും ഗീവ് അപ്പ് ചെയ്യില്ല നിങ്ങളുടെ ജീവിതത്തിൽ. എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. എനിക്ക് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഏത് സ്റ്റാർട്ടിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം ഓൾമോസ്റ്റ് 3 ഇയേഴ്സായി. സോ ഇപ്പോഴും ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ഗോൾ അച്ചീവ് ആയിട്ടില്ല. ഞാനിപ്പോഴും ഫോക്കസ്ഡാണ്, ട്രൈൻ ചെയ്യുന്നുണ്ട്. എൻ്റെ ഗോൾ ഞാൻ അച്ചീവ് ചെയ്തിരിക്കും. എൻ്റെ പല വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ട്. സോ സ്റ്റേ ഫോക്കസ്, ഈറ്റ് ഹെൽത്തി. ബൈ എവരിവൺ. I am Vishnu VS.